പ്രൈം സ്റ്റോറിയിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കേരളത്തിൽ വീണ്ടും മുന്നണി മാറ്റത്തിന്റെ കാഹളം ഉയരുകയാണ്. LDF-നൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മനസ്സിലാണ് രാഷ്ട്രീയ ചാഞ്ചാട്ടം. മുന്നണി മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും സാധ്യതകൾ തള്ളിക്കളയാറായിട്ടില്ല. ജോസ് കെ മാണി വിഭാഗത്തിന്റെ സമീപകാല നിലപാടുകൾ തന്നെയാണ് ഈ സംശയത്തിന് ആധാരം. ഇന്നത്തെ പ്രൈം സ്റ്റോറി രണ്ടില പിളരുമോ? നമുക്ക് തുടക്കത്തിൽ നിന്നങ്ങ് തുടങ്ങാം. പിളരുമോ എന്ന അഭ്യൂഹങ്ങൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? LDF പ്രഖ്യാപിച്ച മധ്യമേഖലാ ജാഥയുടെ നായകനായി പ്രഖ്യാപിച്ചത് ജോസ് കെ മാണിയായിരുന്നു. മധ്യ കേരളത്തിൽ ഇടത് മുന്നണി അവതരിപ്പിക്കാൻ നിശ്ചയിച്ച രാഷ്ട്രീയ മുഖം. ആ രാഷ്ട്രീയ അവസരം തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കെ ജോസ് കെ മാണി വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമുണ്ടാകും. ആ കാരണം പാർലമെന്റ് ബജറ്റ് സമ്മേളനമാണെന്ന ജോസ് കെ മാണിയുടെ വിശദീകരണം വെള്ളം തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല. ഇടതു മുന്നണിയുടെ കഴിഞ്ഞ 2 യോഗങ്ങളിലും ജോസ് കെ മാണി പങ്കെടുത്തിട്ടില്ല. അതിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ അവലോകനമായിരുന്നു. ജോസിന്റെ കേരള കോൺഗ്രസ് നിലം തൊട്ടിട്ടില്ല തദ്ദേശത്തിലെന്ന് നമ്മൾ ഓർക്കണം. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിലും ജോസ് കെ മാണി ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുന്നണി നേതാക്കളും അണിനിരുന്ന വേദിയിൽ ജോസ് കെ മാണി മിസ്സിംഗ് ആയിരുന്നു. ജോസ് കെ മാണിയുമായി കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗും ആശയവിനിമയം നടത്തുന്നുവെന്ന വാർത്തകളും അന്തരീക്ഷത്തിലുണ്ട്. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല. കേരള കോൺഗ്രസിന്റെ മാത്രമല്ല LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ധാരണയും ചിന്തകൾക്കും വ്യത്യസ്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യം എവിടെയുണ്ട്? ഇതിങ്ങനെ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അപ്പുറത്തോട്ട് രേഖകളോടുകൂടി പറയാൻ കഴിയുന്ന എന്തെങ്കിലും വേണ്ടേ? ജോസ് കെ മാണിയുമായി സോണിയാഗാന്ധി ബന്ധപ്പെട്ടു എന്നെല്ലാം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞില്ല കേട്ടോ, സോണിയാഗാന്ധി പറഞ്ഞില്ലെന്നാണ്. ബാക്കി പല MLA-മാരും ജോസ് കെ മാണിക്കൊപ്പം അങ്ങനെ അത് ആര് പറഞ്ഞിരിക്കുന്നു? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഓരോ അഭ്യൂഹങ്ങൾക്കും ഇടയില്ല. ഇതൊക്കെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി കേരള മുന്നോട്ട് പോകുന്നു. ആ നിലയിൽ പോകുന്നവർക്ക് എവിടെയാണ് അഭ്യൂഹങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നേരിടാൻ പറ്റുമോ? ജോസ് കെ മാണി വിഭാഗത്തെ UDF പാളയത്തിൽ എത്തിക്കണമെന്ന നിർദ്ദേശം മുസ്ലിം ലീഗ് നേരത്തെ തന്നെ കോൺഗ്രസിന് മുന്നിൽ വെച്ചതാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുവെങ്കിലും നിയമസഭയിൽ ജയിക്കാൻ വോട്ടിംഗ് ശതമാനം ഇനിയും വർദ്ധിക്കണം എന്നതായിരുന്നു മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് മുന്നണി വികസിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. മുന്നണി മാറാനായി ക്രൈസ്തവ സഭകളുടെ സമ്മർദ്ദവും ജോസ് കെ മാണിക്ക് മേലുണ്ട്. ചില ആശയവിനിമയങ്ങൾ പ്രതിപക്ഷ നേതാവ് നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരിപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDF-ന്റെ പക്കലേക്ക് കക്ഷികളും LDF-ലുള്ള കക്ഷികളും NDA-യിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDF-ന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അപ്പോൾ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയമാവുള്ളൂ. വന്നാൽ മതി, വരുമ്പോൾ കറക്റ്റായിട്ട് പറയും. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യും, അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ വിസ്മയം എന്താണെന്ന്. മുന്നണി മാറ്റം വേണമെന്ന വികാരം കേരള കോൺഗ്രസ് മാണിയിലെ ഒരു വിഭാഗത്തിനുണ്ട്. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പം നിൽക്കുമെന്നതാണ് ചീഫ് വിപ്പ് N ജയരാജിന്റെ നിലപാട്. എന്നാൽ മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLA-യും LDF-ൽ തുടരുമെന്നും LDF-ൽ തുടരണമെന്നുമുള്ള അഭിപ്രായക്കാരാണ്. അവരെ കൂടി ഒപ്പം നിർത്തി ഒരു തീരുമാനമെടുക്കുക എന്നതായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. ഇടതുപക്ഷത്തിന് ആശ്വാസം നൽകുന്നതും അതാണ്. ശ്രീ ജോസ് കെ മാണിയുടെ ഓഫീസിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്, ഇന്നലെ വരാൻ കഴിയാത്തതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ അഭ്യൂഹം അതോടുകൂടി അവസാനിച്ചല്ലോ. പിന്നെ ഇപ്പോൾ കണ്ടത് ബഹുമാന്യനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ് നടത്തിയ പ്രതികരണമാണ്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി ചെയർമാൻ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബാക്കിയെല്ലാം അഭ്യൂഹങ്ങളാണെന്നും. മുന്നണികൾ മാറുന്നതും പാർട്ടികൾ പിളരുന്നതും രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമല്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി മാറുമോ? കേരള കോൺഗ്രസ് പാരമ്പര്യം പോലെ പാർട്ടി ഒന്നുകൂടി പിളരുമോ എന്നെല്ലാം വരും ദിവസങ്ങളിൽ നമുക്കറിയാം.